പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഇന്ന് CBI പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കും. പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ കുറ്റപത്രത്തിൽ പ്രതീക്ഷിക്കാം? ഇന്ന് മറ്റ് ഹർജികളും പരിഗണിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാവുന്നവ? ഫിജി, ഈ കേസുമായി ബന്ധപ്പെട്ട് മെയ് 7-നകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി CBIയോട് ആവശ്യപ്പെട്ടിരുന്നത്. കേസിലെ 8 പ്രതികൾ നൽകിയിട്ടുള്ള ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു കാര്യം കോടതിയുടെ ഭാഗത്തു നിന്നും കോടതി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഈ ഹർജിച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ CBIയുടെ നിലപാടെന്ന് പറയുന്നത് പ്രതികൾ ഈ സിദ്ധാർത്ഥിനോട് ചെയ്തത് വളരെ ക്രൂരമായിട്ടുള്ള നടപടികളായിരുന്നു. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകാൻ കഴിയില്ല. ഒപ്പം ഈ സാക്ഷികളെല്ലാം തന്നെ പ്രതികളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്, സഹപാഠികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് പ്രതികൾ അവരുടെ ജാമ്യ ഹർജിയിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ജാമ്യത്തിൽ അവർ പറഞ്ഞത് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 60 ദിവസത്തിലധികമായി തങ്ങൾ ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം വേണം. ഒപ്പം മറ്റൊരു കാര്യം പറഞ്ഞത്, തങ്ങൾ വിദ്യാർത്ഥികളാണ്, ഞങ്ങളുടെ ഭാവി കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിൽ ഇങ്ങനെ ഒരു നടപടി ഞങ്ങൾ ഭാവി കൂടി പരിഗണിക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത് വളരെ വേഗം തന്നെ ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം കോടതി മുന്നോട്ട് വെച്ചത്. കാരണം ഇത്തരത്തിൽ ഒരു വാദം അവരുടെ ഭാഗത്ത് പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ജാമ്യ പരിഗണിക്കാൻ കോടതി അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് ഇന്നിപ്പോൾ CBI ഹൈക്കോടതി കുറ്റപത്രം സമർപ്പിക്കുന്നത്.